എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വീണ്ടും പ്രവേശിക്കാനിരിക്കുകയാണ്. വരുന്ന ആഴ്ചയിൽ ഒരുപാട് ഇവൻറ്റുകളുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നടന്നു. നമുക്കാദ്യം കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ പരിശോധിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വീക്ക്, അതായത് നാളെ മുതൽ നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രീവിയസ് വീക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാനുണ്ടായിരുന്നത് RBIയുടെ 25% ബേസിക്സ് പോയിൻ്റ് കട്ട് ചെയ്തിരുന്നു എന്നതാണ്. എന്നാൽ ഇതിന് മാർക്കറ്റ് കെയർ ചെയ്തില്ല എന്ന് വേണം കരുതാൻ. കാരണം മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അടുത്തത് ഡൽഹിയിൽ BJP ഗവൺമെൻറ് രൂപീകരിക്കാൻ പോകുന്നു എന്നതാണ്. BJPക്ക് 27 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ ഭരണം ലഭിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് പോസിറ്റീവ് ന്യൂസായിട്ട് മാത്രമേ കണക്കിലെടുക്കാൻ പാടുകയുള്ളൂ. കാരണം ഇതും മാർക്കറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 25% ബേസിസ് പോയിൻ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടും മാർക്കറ്റിൽ ഒരനക്കവും ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് മൈൻഡ് തന്നെ ചെയ്തില്ല എന്ന് പറയുന്നതാവും ശരി. BJP ഡൽഹിയിൽ ജയിച്ച് ഗവൺമെൻറ് രൂപീകരിച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് വരും എന്നാണ് പരക്കെയുള്ള ഒരു പ്രതീക്ഷയും അങ്ങനെയാണ് പറഞ്ഞു പരത്തുന്നതും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല. ഡൽഹി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ പോലെയാണ്. അത്ര ഇമ്പാക്റ്റ് ഒന്നും നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ട. അതിനെപ്പറ്റി ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന ഒരു ബേസിൽ ഞാൻ ഇവിടെ സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രം. അടുത്ത ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് വിസിറ്റിന് പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ പോയി ഏതൊക്കെ ഫയലിലാണ് സൈൻ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, വരുന്ന ഒരു ആഴ്ചയിൽ ഇന്ത്യക്ക് മേലെയുള്ള ഒരു വിധത്തിലുള്ള താരിഫും ഉണ്ടാവില്ല എന്നതാണ് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നത്. വരുന്ന 12-ാം തീയതി പ്രധാനമന്ത്രി പോയി അവിടെ 2 ദിവസം സ്റ്റേ ചെയ്യും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട് സംസാരിച്ച് ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിലാണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ പ്രധാനമന്ത്രി അവിടെ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത് വരെ ഇന്ത്യക്ക് മേലുള്ള യാതൊരു തരത്തിലുള്ള താരിഫും ഉണ്ടാവില്ല. അത് നമ്മുടെ മാർക്കറ്റിന് ചെറിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ബൈ മോഡിലാണ് എന്നുള്ളതാണ്. FIIs എത്രത്തോളം സെൽ ചെയ്യുന്നുണ്ടോ, അതായത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് എത്രത്തോളം ഇവർ ബൈ ചെയ്യുമ്പോഴും ഇവർ സെൽ ചെയ്ത് അവരെ തളർത്താൻ ശ്രമിക്കുന്നുണ്ടോ, ഒരിക്കലും തളരില്ല എന്ന രീതിയിലാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് നമുക്കൊരു എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ഘടകങ്ങളൊന്നും കാര്യമായിട്ടില്ല. നെഗറ്റീവിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്ന് ഏണിങ്സ് റിപ്പോർട്ടാണ്. ഏണിങ്സ് റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി 50യിൽ രജിസ്റ്റർ ചെയ്ത 40 കമ്പനികളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചെങ്കിലും അതിൽ കൃത്യമായി ഏണിംഗ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ബജാജ് ഫിനാൻസ്, അതേപോലെ ICICI ബാങ്ക്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രോഫിറ്റാണ് അവർ തന്നത്. പക്ഷേ അവരുടെ മാർജിൻ, എബിറ്റ് ഡാറ്റ എന്നിവ നോക്കുമ്പോൾ അതെല്ലാം തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് അതൊരു വീക്ക് റിപ്പോർട്ടായിട്ട് വേണം നമുക്ക് കരുതാൻ. അടുത്തത് വിദേശ നിക്ഷേപർ, അതായത് FIIs ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ സെല്ലിംഗ് മോഡിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അവർ വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം DIAs വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. 10,179 കോടിക്ക് ഇതിനകം തന്നെ FIIs, അതായത് ഫെബ്രുവരി മാസത്തിൽ അവർ സെൽ ചെയ്ത്, അതായത് ജസ്റ്റ് 1 വീക്കായിട്ട് ലാസ്റ്റ് 6 ഡേയ്സിൽ മാത്രം എടുത്ത് നോക്കിയാൽ 10,179 കോടിക്ക് സെൽ ചെയ്തിരിക്കുന്നു എന്നതാണ്. ഒരു ദിവസം അവർ ബൈ മോഡിലേക്ക് വന്നിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചതാണത്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ 2 മടങ്ങ് വിൽപ്പനയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ ജനുവരി മാസത്തെ സെൽ ഡാറ്റ കൂടെ നമ്മൾ എടുത്തു കഴിയണം. അതായത് ജനുവരി മാസത്തിൽ 87,374 കോടി രൂപ സെൽ ചെയ്തിരുന്നു എന്നൊരു കാര്യം കൂടെ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത് രണ്ടും ചേർന്ന് നോക്കുമ്പോൾ ആൾമോസ്റ്റ് 1,00,000 കോടിക്കടുത്ത് അവർ ഇതിനകം തന്നെ സെൽ ചെയ്ത് കഴിഞ്ഞു. മറ്റൊന്ന്, നമ്മുടെ ഇന്ത്യൻ രൂപ ഇപ്പോഴും മൂല്യത്തകർച്ചയിൽ തുടരുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ രൂപ വീക്ക് ആകുന്നതും
നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആകുന്നതിന് ഒരു കാരണമായിട്ട് വേണം കണക്കാക്കാൻ. മറ്റൊന്ന്, ട്രംപ് അധികാരത്തിൽ കയറിയതിന് ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഓരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഹോട്ട് ന്യൂസുകളാണ് അയാളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും രാജ്യങ്ങളുടെ മേലുള്ള താരിഫ് ഇൻക്രീസ് ചെയ്തതാണ്. കാനഡ, മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾക്ക് 25% ബേസിസ് പോയിൻറ്റ് താരിഫ് ഹോൾഡിങ്ങിലാണ്. അതുപോലെ തന്നെ ചൈനയ്ക്ക് 10% താരിഫ് ഉയർത്തിയിട്ടുള്ളത്. ചൈന തിരിച്ച് 15% ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ 2 ദിവസവും താരിഫിനെക്കുറിച്ച് ഒരു കോൺഫറൻസ് തന്നെ നടക്കാനിരിക്കുന്നു എന്നുള്ള രീതിയിൽ ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇത് ശരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസായിട്ട് വേണം നമുക്ക് ഇതിനെ എടുക്കാനായിട്ട്. വരുന്ന ചൊവ്വാഴ്ച, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വരുന്ന ചൊവ്വാഴ്ച നമ്മൾ ഈ ഫെഡ് ചെയർപേഴ്സൺ ജെറോം പവലിൻ്റെ ഒരു ടെസ്റ്റ് മണി ഉണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം ബുധനാഴ്ച ഇന്ത്യയുടെ IIP പോപ്പുലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അന്ന് വൈകുന്നേരം തന്നെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ നിലവിൽ 29%. ഈ 29% നിലനിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 3% അതിൽ കൂടുതലോ കൂട്ടിയാൽ, അതായത് കൂട്ടാൻ പോകുന്നു അല്ലെങ്കിൽ കൂട്ടിയാൽ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്പം ഒരു പ്രശ്നത്തിലേക്ക് പോകും. മാർക്കറ്റ് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച US നിന്നും വന്ന എംപ്ലോയ്മെൻറ്റ് ഡാറ്റ, കൺസ്യൂമർ കോൺഫിഡൻസ് ഒക്കെ മാർക്കറ്റിൽ പ്രത്യേകിച്ചൊന്നും അവയ്ക്കൊന്നും ഓളമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് US മാർക്കറ്റ് അന്ന് തന്നെ ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം 100 പോയിൻറ്റോളം ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലേഷൻ ഒന്ന് കാര്യമായി തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ജെറോം പവലിൻ്റെ മറ്റൊരു ടെസ്റ്റ് മണി റിപ്പോർട്ട് കൂടെ വരാനുണ്ട്. അതിൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെ ബേസ് ചെയ്തായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള മാർക്കറ്റിൻ്റെ നീക്കം ഉണ്ടാവുക. ഞങ്ങൾ റേറ്റ് കൂട്ടാൻ പോകുന്നു എന്നെങ്ങാനും പറഞ്ഞാൽ വീണ്ടും മാർക്കറ്റിൽ അതിശക്തമായൊരു സെല്ലിംഗ് പ്രഷർ അതായത് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ അടുത്താണ്, അതായത് റീസെൻ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്ന ഇതേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ മെയിൻ്റെനൻസ് ചെയ്താലും അവരുടെ ഡാറ്റ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഇല്ല, ഞങ്ങൾ 25 ബേസിസ് പോയിൻ്റ് അല്ലെങ്കിൽ 50 ബേസിസ് പോയിൻ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ മാർക്കറ്റ് ഡൗണിലേക്ക് പോകും. അതുകൊണ്ട് ഈ 2 ലൈവും നമ്മൾ പ്രത്യേകം വാച്ച് ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം, ട്രംപ് ജെറോം പവലുമായി അത്ര രസത്തിലല്ല എന്നതാണ്. കാരണം ജെറോം പവൽ ബൈഡൻ്റെ പീരീഡിലുള്ള ആളാണ് എന്നതുകൊണ്ട് തന്നെയാണത്. തിരിച്ച് പവലിനും ട്രംപിനോടും അങ്ങനെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യത്യസ്തമായ ടാക്ക് ആവാനും പവലിൻ്റെ ഭാഗത്തുനിന്ന് വ്യത്യസ്തമായൊരു ടാക്ക് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതും നമ്മൾ ഈ 2 ഇവൻറ്റ്സും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 ടെസ്റ്റ് മണിയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അതും ഒരു പ്രധാന ന്യൂസ് തന്നെയാണ്. അതും നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എത്രത്തോളം അത് നമുക്ക് ആക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിച്ചതിന് ശേഷം നാളെ നമുക്ക് മാർക്കറ്റ്, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ഈ 3 ഇൻഡെക്സുകളുമാണ് നമ്മൾ ഇപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുന്നത്. അതുകൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, സെബിയുടെ ഒരുപാട് നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി നമ്മൾ ഈ മാർക്കറ്റ്, അതായത് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ട്രെൻഡ് ലൈന് വരച്ച്, അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്ത് പോകാം എന്നുള്ള ആ ഒരു സൂചന ഉണ്ടാവില്ല. അതായത് ബൈ ആൻഡ് സെൽ നമ്മൾ പറയുന്നില്ല. ഓൺലി നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ട്രേഡ് എടുക്കാം. മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാതെ നിങ്ങൾക്കൊരിക്കലും മാർക്കറ്റിൽ നിന്ന് കാര്യമായ ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം 23,550 താഴെയാണ്
നമ്മളൊരു 23,550 ഒരു സപ്പോർട്ട് പറഞ്ഞിരുന്നത്. നമ്മൾ സൂചിപ്പിച്ച സപ്പോർട്ടിൽ നിന്നും ഏകദേശം 88 പോയിൻറ്റോളം ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് സപ്പോർട്ടായ 23,420 അടുത്തേക്ക് 23,440 വരെ ഏകദേശം ഒരു 20 പോയിൻ്റ് മുകളിലായി വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മുടെ സപ്പോർട്ട് ആക്ട് ചെയ്തു നിഫ്റ്റിയിൽ. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് 50,140 നമ്മുടെ സപ്പോർട്ട് ലെവൽ പറഞ്ഞത്. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും പിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ടായ 49,890 വരെ വന്നിട്ടുണ്ട്. ഏകദേശം 230 പോയിൻ്റ് ഡൗൺ വന്നു നമ്മുടെ സപ്പോർട്ടിൽ നിന്നും. ഇനി സെൻസെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻസെക്സിലും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 77,840 നമ്മളൊരു സപ്പോർട്ട് ലെവൽ പറഞ്ഞത്. അതിനുശേഷം താഴത്തേക്ക് ഏകദേശം ഒരു 300 പോയിൻറ്റിന് മുകളിൽ വന്നിട്ടുണ്ട് ഡൗൺ സൈഡിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 3 സപ്പോർട്ടുകളും മാർക്കറ്റ് വളരെയധികം റെസ്പെക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്തു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് മാർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 7-ാം തീയതിയും ഗ്രീനിലാണ്. നമ്മൾ പറഞ്ഞ ആ ലെവലുകളെല്ലാം റെസ്പെക്റ്റ് ചെയ്തു. 7-ാം തീയതി നമുക്ക് ഗ്രീനിലാണ്. ഓക്കെ, ഇനി നമുക്ക് നാളെ തിങ്കളാഴ്ച ഏതെല്ലാം ലെവലുകൾ ആക്ട് ചെയ്യും എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഡൗൺ സൈഡ് നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് 77,410 തന്നെ വയ്ക്കാം. 77,410 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. അതേപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് 78,305 മുകളിൽ ഈ ഒരു ഏരിയ കൂടെ കവർ ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയ കൂടെ നമുക്ക് കയറ്റി വയ്ക്കാം. 78,360. ഓക്കെ, ഇതാണ് 15 മിനിറ്റ്സ് റെസിസ്റ്റൻസ്. അതേപോലെ 1 അവർ റെസിസ്റ്റൻസ് 78,740. ഓക്കെ, സെൻസെക്സ് ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇത് തന്നെയാണ്. അതായത് ഇവിടെ നോക്കൂ, ഈ ഒരു സപ്പോർട്ട് വളരെയധികം റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് തിരിച്ച് മുകളിലേക്ക് പോയിരിക്കുന്നത്. 49,870 50 മിനിറ്റ്സിലായി മാറി എന്ന് മാത്രം. സപ്പോർട്ട് 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 49,480. അതേപോലെ റെസിസ്റ്റൻസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ഇതൊരു ഫസ്റ്റ് റെസിസ്റ്റൻസായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് 50,645 മുകളിൽ 15 മിനിറ്റ്സിൽ 50,365 മുകളിൽ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയും നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 23,420 സപ്പോർട്ട്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 23,320. ഓക്കെ, റെസിസ്റ്റൻസ് 15 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു എൻട്രിയാണ് 23,700. ഓക്കെ, 23,563 ഇപ്പോൾ ഉള്ളത്. 23,700 എന്ന് പറയുമ്പോൾ 140ഓളം 130ഓളം പോയിൻറ്റ് ഡിഫറൻറ്റ് ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്നും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. 23,635 1 അവറിലേക്ക് വരുമ്പോൾ. പക്ഷേ ഇത് ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 23,700. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 60 പോയിൻറ്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഈ 2 റെസിസ്റ്റൻസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
1 ഹവറിലേക്ക് വരുമ്പോൾ 23,800. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ കയ്യോടെ ഈ റേറ്റുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഭാഗത്ത് ബ്ലൂ ലൈനിൽ നിങ്ങൾക്ക് റേറ്റുകൾ കാണുന്നുണ്ടാവും. മൗസ് ക്രൂയിസർ നീങ്ങുന്നുണ്ട്, കണ്ടില്ലേ? ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതി വയ്ക്കാം. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.